ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ രാവിലെ എണീച്ചു വെള്ളമൊക്കെ മുറ്റത്ത് ഫുള്ളായി അടിച്ച് വിട്ട് മുറ്റത്ത് മുള്ളും തെളിച്ചിട്ട് മുറ്റടിച്ചൊക്കെ വാരലൊക്കെ കഴിഞ്ഞു. കാരണം നല്ല പൊടി വരുന്നുണ്ട്, ഇപ്പോൾ കാറ്റില്ല. അപ്പോൾ ഫുള്ള് പൈപ്പെടുത്ത് ചെടി നനച്ചു, കവുങ്ങൊക്കെ നനച്ചിട്ട് കംപ്ലീറ്റ് അടിച്ച് വാരി കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് ഇഡ്ഡലിക്ക് കൂട്ടി വെക്കണം പറഞ്ഞിട്ട് ആ പരിപാടി നോക്കി. അത് കഴിഞ്ഞിട്ടാണ് അത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ചായൻ്റെ വെള്ളം വെക്കലും ചായ വെക്കലും കുടിക്കലൊക്കെ ചെയ്തത്. അങ്ങനെ അതെൻ്റെ പഴയ ഫോണാണ് പറഞ്ഞത്, ഫുള്ള് കംപ്ലീറ്റ് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടി എടുത്തിട്ട് അവിടെ വെച്ചതാണ്, രാത്രി വെച്ചാണ്, എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ അത് ആ മാവ് ഇഡ്ഡലിൻ്റെ പരിവമില്ല, അതിൽ കൂട്ടി വെച്ച് ഉപ്പിട്ടിട്ട്. ഇഡ്ഡലിക്ക് ഞാൻ സോഡാപ്പൊടി ഇടാറില്ല, ദോശ അപ്പമൊക്കെ ആണെങ്കിൽ സോഡാപ്പൊടി ഇടും. അപ്പോൾ അത് റെഡി ആയപ്പോൾ ഇതാ ചായക്ക് വെള്ളം വെച്ചു, പൊടി ഇട്ടു. എനിക്കും കുട്ടിക്കും വേണ്ടുള്ളൂ. പിന്നെ ഇന്ന് ടാപ്പിംഗ് വർക്കാണ്, ഒന്നരാട് ടാപ്പിംഗ് വർക്കാണ്, പിന്നെ ഒന്നരാട് വെൽഡിങ് വർക്കിന് പോവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ടാപ്പിംഗ് വർക്കിനാണ് പോയിക്കുന്നത്. അതിനാകുമ്പോൾ വെൽഡിങ് വർക്ക് ഇന്ന് ചിലപ്പോൾ പോവില്ല. ഇന്നൊരു ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്, ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് സക്സസ് ആയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഞങ്ങൾ വീടിരുന്നിട്ട് 2 വർഷമായി. ഇന്ന് അതിൻ്റെ വാർഷികമാണ്. അപ്പോൾ ചെറിയൊരു സന്തോഷത്തിൽ കൂടിയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചതും ഉണ്ടാക്കിയതൊക്കെ. അങ്ങനെ അപ്പോൾ ചായയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചായ അരിച്ച് കുടിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു. ഇക്ക പുറത്തേക്കൊക്കെ പോകാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇക്കക്ക് ടാപ്പിംഗ് വർക്ക് കഴിഞ്ഞ് വന്നാണ്, വെയിലും ആണ് ഒന്നാമത്, രാവിലെ നേരത്തെ പോകുന്നതല്ല, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വേണ്ട വെച്ചു. പിന്നെ ഞാൻ ഫുഡൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ട് വൈകിട്ട് കഴിച്ചത്. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റെസിപ്പിയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണും കേട്ടോ. പിന്നെ അത് രാവിലെ ഞാൻ ചായൻ്റെ ഒപ്പം ഇന്നലെ ഒരു ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊട്ടിച്ച് ഒരെണ്ണം ചായയും കൂടി കഴിച്ചു. രാവിലെ എണീച്ച് ഞങ്ങൾ മിക്കവാറും ചായൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു കടി കഴിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ വെറും ചായ മാത്രം കുടിക്കുള്ളൂ, അല്ലെങ്കിൽ ചായൻ്റെ ഒപ്പം ബ്രെഡോ കേക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. കാരണം ഇക്കാക്ക് രാവിലെ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഇക്ക നാഷ്ടയൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കില്ല, ചായയും അതിൻ്റെ ഒപ്പം ഇതുപോലെ ബ്രെഡോ കേക്കോ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും വേണം. പിന്നെ അതാ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. ഇഡ്ഡലി തട്ടൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ചു, ഇഡ്ഡലി മാവ് ഒഴിച്ച് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ഡലീൻ്റെ പരിപാടി നോക്കി. ചട്നിയും ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ മുളക് ചട്നി പറഞ്ഞില്ല, അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഇല്ല, ഇന്നലത്തെ മീൻ കറിയുണ്ട്, രസമുണ്ട്, മീൻ കുറച്ച് പൊരിക്കാനും ഉണ്ട്. പിന്നെ ഞാൻ മുട്ട പുഴുക്കി വെച്ചിട്ട് മുട്ട കൊണ്ടൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം വൈകിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ഇപ്പോൾ വാങ്ങണം പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ വിചാരിച്ചു, പിന്നെ ഒക്കെ പറഞ്ഞു വേണ്ട, ഒക്കെ ഉറങ്ങി എണീക്കാനൊക്കെ വൈകും. അപ്പോൾ പിന്നെ സാധനങ്ങൾ കിട്ടിയാലല്ലേ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേണ്ട. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കുട്ടീനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞങ്ങൾ വേണ്ടതൊക്കെ മേടിച്ചിട്ട് വന്നു. വീട്ടിലും കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടതായിരുന്നു, പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനും ഇക്കാനും കൂടെ അങ്ങനെ പോയി. അങ്ങനെ പിന്നെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഇതാ ചട്നിക്ക് തേങ്ങയിൽ പച്ചമുളകും ഇഞ്ചിയും ഉപ്പിട്ട് അത് അരച്ചെടുത്തു, ചട്നി ഉണ്ടാക്കി. അത് കഴിയുമ്പോൾ മുളക് ചട്നി ഉണ്ടാക്കി. അപ്പോൾ അംഗൻവാടിക്ക് പോണ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് അടുക്കളയിൽ നിന്ന് എൻ്റെ കുട്ടി കുറേ കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോൾ ഞാനത് അറിയാണ്ട് അവളത് വീഡിയോ എടുത്താണ്. അവൾ കയ്യിൽ ഇഡ്ഡലി ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ട്, അത് കഴിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവൾക്കിങ്ങനെ ചാറ് വെച്ച് കഴിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാനെന്ത് കേട്ടോ, എന്തുണ്ടാക്കിയാലും കയ്യിൽ ഒരെണ്ണം കൊടുക്കും. അപ്പോൾ അത് കൈ പിടിച്ച് ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിയെ പറഞ്ഞു വന്നിട്ട് എന്തൊക്കെയോ കോപ്പറാട്ടി പാട്ടൊക്കെ പാടിയിട്ടോ, ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ഞാനതങ്ങോട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ ചട്നി ഉണ്ടാക്കുകയാണ്. ചട്നി ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാം നമുക്കത്. അപ്പോൾ തോന്നുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നമ്മളൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. അതുപോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര വിളിച്ചാലും വലിയ ഡിമാൻഡ് വരില്ല. എന്നാൽ ഓർക്കാപ്പുറത്ത് ചില സമയത്ത് വേഗം വന്ന് നിൽക്കും. അവൾക്ക് തോന്നുമ്പോൾ അവൾ തോന്നിയ പോലെ ഓരോന്നും ചെയ്യും. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി എടുത്ത് മാറ്റി ചട്നിക്ക് നമ്മുടെ ഇതില്ലേ ചട്നി, തേങ്ങാ ചട്നി, അതുണ്ടാക്കുകയാണ്. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതില്ലേ മുളക് ചട്നി, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തു, മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വാട്ടിയെടുത്ത് അത് അരച്ചെടുത്തു, പേസ്റ്റാക്കി. നൈക്ക വന്നു, ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇവളെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അത് കാട്ടിയത്. അത് കഴിക്കുന്നതിൻ്റെ ഇടയിലോ ആയിട്ടാണ് ഒന്ന് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇക്ക വരുന്ന മുന്നാണ് സംഭവം കാട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിങ്ങനെ താളിക്കുന്ന ടൈമിലാണ് അവളിങ്ങനെ കാണിച്ചത്. അപ്പോൾ ഞാൻ വേഗം അതിലേക്ക് നോക്കി നിന്നു, അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ. പിന്നെന്താ നിങ്ങളുടെയൊക്കെ വർത്താനം, നിങ്ങളുടെ എല്ലാവരുടെയും വർത്താനമൊക്കെ കമൻറ്റ് ഇടും കേട്ടോ.
എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അതൊക്കെ നമുക്കറിയാൻ ഭയങ്കര സന്തോഷമല്ലേ. എല്ലാവരുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതൊക്കെ കമൻറ്റായിട്ട് വരും കേട്ടോ. അയക്കൂ. എല്ലാവരും കമൻറ്റ് ഇടി. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് തരിക. പിന്നെ അങ്ങനെ ആ പരിപാടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്തായാലും അംഗൻവാടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറച്ച് പണികളൊക്കെ വേഗം കഴിയും. കാരണം ഇവിടെ അംഗൻവാടി കൊണ്ടാക്കിയിട്ട് വരുമ്പോഴാണ് എനിക്ക് ഒരുപാട് ടൈം പോണത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല ദൂരമുണ്ട്. അപ്പോൾ എങ്ങനെ അംഗൻവാടി പോയിട്ട് വരുമ്പോൾ എങ്ങനെ 3/4 മണിക്കൂർ എങ്ങനെയും പോകും. പിന്നെ ഇവൾക്ക് ഞാൻ അവിടെ എത്തി പറഞ്ഞു ഉമ്മച്ചി എൻ്റെ ഒപ്പം ഇരിക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കരച്ചിൽ വരും. ചില ദിവസങ്ങൾ നല്ലതായിരിക്കും, ചിലപ്പോൾ കരച്ചിലൊക്കെ വരും. അങ്ങനെ അവളുടെ കൂടെ ഇരുന്ന് അങ്ങനെ എങ്ങനെ ഒരു മണിക്കൂറിൻ്റെ അതിൽ സ്പെൻഡ് ആവും. അപ്പോൾ അതാണ് എനിക്ക് കുക്കിംഗ് ഒക്കെ വൈകുന്നത്. പിന്നെ അത് ഇഡ്ഡലിയൊക്കെയായി മുളക് ചട്നിയും അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്ക് ഇക്ക അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു പാട്ടൊക്കെ പാടി തലകുലുക്കി എന്തൊക്കെ കാട്ടുന്നു. കുട്ടുമ്പോൾ എന്നൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ടാക്കി അവളുടെ കാര്യം ഇങ്ങനെ കഴിഞ്ഞു. മുട്ട ചോറ് പുഴുക്കി വെച്ചു. ഞാൻ ചോറ് വേവുമ്പോൾ നല്ല കഴുകിയിട്ട് ചോറിലിട്ട മുട്ട വെന്ത് കിട്ടുമല്ലോ. പിന്നെ ഇപ്പം ഇന്ന് നല്ല വാറാമല്ലി പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറേ വീട്ടിലൊക്കെ പോയപ്പോൾ അന്നൊക്കെ നോക്കാണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വാറാമല്ലി വീട്ടിൻ്റെ തട്ടി വൃത്തിയാക്കി അടിച്ച് വാരി തുടയ്ക്കുന്ന പരിപാടി വേഗം ചെയ്ത് അപ്പോഴേക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ സമയം 12:45 ആകുമ്പോഴേക്കും. പിന്നെ ഇന്നിപ്പോൾ മെഷീൻ വന്ന് തിരുമണ പരിപാടി ഇല്ലല്ലോ. പിന്നെ തിരുമണ പരിപാടി ഇല്ല. പിന്നെ കൂട്ടാനൊന്നും വെക്കണ്ട, എല്ലാം ഉണ്ട്. ഇന്നലത്തെ മീൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ പരിപാടി നിന്നു. പിന്നെ മുട്ട മാത്രം പുഴുക്കിയതിനൊരു ഉപ്പേരി പോലെ ആക്കിയിട്ടോ. ഉള്ളി ഇട്ടിട്ട് മുളക് പൊടിയും ചിക്കൻ മസാല ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായി വാട്ടിയെടുത്ത് അതിലേക്ക് പുഴുക്കിയ മുട്ടനെ നല്ല നമ്മൾ ചോപ്പറും കൊണ്ട് നല്ല റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് കൊട്ടിയിട്ട് മിക്സാക്കി എടുത്ത് നല്ല മുട്ട ഉപ്പേരി നന്നായിട്ടുണ്ടാവും കേട്ടോ. രസത്തിനൊക്കെ ഈ ഉപ്പേരി നല്ല ടേസ്റ്റാണ്. ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. ഇക്കാക്ക് മുട്ട പിന്നെ എങ്ങനെ കാട്ടിക്കൊടുത്താൽ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒത്തിരി പണിയൊക്കെ ഉണ്ട്. മുട്ട പൊരിക്കണേക്കാട്ടി പണിയുണ്ട്, എന്നാലും അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ വേവിച്ച് അങ്ങനെ ഉറങ്ങിയില്ല. എനിക്ക് പോവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ കോങ്ങാട് പോയി KPRP സ്കൂളൊക്കെ കാണാത്തതൊക്കെ കണ്ടുകൊണ്ടിട്ടാണ്. KPRP സ്കൂള് ഇവിടെ ഹോസ്പിറ്റലിൽ ആ പെട്രോളിൻ്റെ ഓപ്പോസിറ്റ് KPRP സ്കൂള് മോണ്ടിസേരി സ്കൂൾക്ക് കോങ്ങാടൊക്കെ ഞങ്ങളുടെ ഇവിടെയാണ്. കാണാത്തതൊക്കെ കണ്ടോളുക. അതാണ് KPRP സ്കൂള്. പിന്നെ ഞങ്ങളതാ പശുവിനെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടോ. എവിടെ ഞങ്ങൾ കോങ്ങാടെത്തി. മന്തി വാങ്ങാൻ വേണ്ടി സാഫ്രോണിലേക്ക് പോയി. പിന്നെ പച്ചക്കറി കടയ്ക്ക് പോയി, പലചരക്ക് കടയ്ക്ക് പോയി. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് അങ്ങനെ അവിടുന്ന് വീടെത്തി. പാല് സാധനങ്ങൾ പച്ചക്കറികളെല്ലാം വാങ്ങി മന്തിയൊക്കെ വാങ്ങി കൊണ്ടുവന്നു. അപ്പോഴേക്കും കൊടുത്തു കേട്ടോ. മഗ്‌രിബ് കൊടുത്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മന്തിയൊക്കെ എടുത്ത് അതൊക്കെ പൊട്ടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. അപ്പം ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് വർഷമൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ചീരണിയൊക്കെ പോലെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കുടിച്ചു. മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ കംപ്ലീറ്റ് വേറെ മാറ്റി ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെച്ചു. എല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അമ്മക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടേക്ക് മഗ്‌രിബ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ പായസം ഉണ്ടാക്കിയത് കുറച്ച് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പായസം പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 3 കുടിച്ചു. ഉമ്മാക്കൊക്കെ കൊടുത്തു. റാഹത്തായി. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ജീവിതത്തിൽ സക്സസ് ആയതാണ്. ഞങ്ങൾ ആഗ്രഹിക്കാതെ കിട്ടിയൊരു ഇതാണ്, ഞങ്ങളൊരു മൂമെൻ്റാണിത്. ഞങ്ങളുടെ കുട്ടി അങ്ങനെ തന്നെയായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അവളെ. അതേപോലെ തന്നെ ഇതും ഞങ്ങളുടെ വീട് ഒരു പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല വീട് കയറ്റും വീട് ഇരിക്കുന്നൊന്നും. പെട്ടെന്നൊക്കെ ആയി. ഇൻഷാ അല്ലാഹ് പടച്ചോനെ സ്തുതിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളങ്ങനെ ചെയ്തു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.